KCBക്ക് നാഥനില്ലാ കളരിയാകുന്നോ എന്നൊരു സംശയമുണ്ട്. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. കാരണം ആലപ്പുഴയിൽ നിന്നും ഒരു വ്യക്തി ഇപ്പോൾ പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ആലപ്പുഴയിൽ നിന്നും കർമ്മയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ നമ്മളുമായി പങ്കുവച്ച ചില വാർത്തകൾ ഇങ്ങനെയാണ്. ആ പ്രേക്ഷകൻ പറയുന്നത് ഇങ്ങനെയാണ്: സ്ട്രീറ്റ് ലൈറ്റുകൾ രാത്രിയിൽ കത്താനും 3 ദിവസമായി പകൽ കത്തിക്കിടക്കുന്ന ലൈറ്റുകൾ ഓഫ് ചെയ്യാനും മുഖ്യമന്ത്രിയുടെ സഹായം തേടിയിരിക്കുകയാണ് ആലപ്പുഴയിലെ നാട്ടുകാർ. ആലപ്പുഴ ജില്ലാ കോടതി പാലം പൊളിച്ചപ്പോൾ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ YMCA പാലത്തിന് കിഴക്ക് വശം ബിസ്മി സൂപ്പർ മാർക്കറ്റ് മുതൽ വടക്കോട്ട് കയർ മെഷീൻ ടൂൾസ് കമ്പനിയുടെ വടക്കേ അറ്റം തൊണ്ടൻകുളങ്ങര റോഡ് വരെയുള്ള ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓട്ടോമാറ്റിക് സംവിധാനം തകരാറിൽ ആയതിനാൽ 2 ദിവസം മുമ്പ് രാത്രിയിൽ കത്തിയില്ല. ഈ വിവരം ഇലക്ട്രിസിറ്റി ആലപ്പുഴ നോർത്ത് സെക്ഷനിൽ പലരും പരാതിപ്പെട്ടിട്ടും ഓഫീസിൽ നിന്നും ആരും വന്ന് ഫ്യൂസ് കുത്തിയില്ല. പാലം പൊളിച്ചതിനാൽ എല്ലാ വാഹനങ്ങളും YMCA പാലത്തിന്റെ കിഴക്ക് ഭാഗത്തെ വടക്കോട്ടുള്ള ചെറിയ റോഡിൽ കൂടിയാണ് പോകുന്നത്. ഈ ഭാഗത്ത് രാത്രിയിൽ ലൈറ്റ് ഇല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നും 100 മീറ്റർ പോലും ദൂരമില്ല ഈ ഫ്യൂസ് കുത്തുന്ന സ്ഥലത്തേക്ക്. ഫ്യൂസ് കുത്താൻ വിളിച്ചു പറഞ്ഞവരോട് ഇത് ഞങ്ങളുടെ ജോലിയല്ല, കൗൺസിലറിനെ വിളിച്ചു പറ എന്നൊക്കെയാണ് ഇലക്ട്രിസിറ്റി നോർത്ത് സെക്ഷനിൽ നിന്നും കംപ്ലൈന്റ് ചെയ്തപ്പോൾ കിട്ടിയ മറുപടി. മിക്കവാറും രാവിലെ 10 മണി കഴിഞ്ഞിട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാത്തതിനാൽ നാട്ടുകാർക്ക് ലൈറ്റ് ഓഫ് ചെയ്യിക്കാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥയാണ്. വലിയ കോമ്പൗണ്ടിലുള്ള 2 സ്കൂളുകൾ, കയർ മെഷീൻ ടൂൾസ് കമ്പനി, താലൂക്ക് ഓഫീസ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസ് എന്നിങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ രാത്രിയിൽ അടഞ്ഞു കിടക്കുന്നതിനാൽ ഈ ഭാഗത്ത് രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ആവശ്യമാണ്. ഈ വിഷയം ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർക്കും നന്നായി അറിയാവുന്നതാണ്. പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർഡിൽ മാത്രം നാളിതുവരെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരാണ് ഫ്യൂസ് കുത്തിയിരുന്നത്. ഇപ്പോൾ പുതിയ മുനിസിപ്പാലിറ്റി അധികാരമേറ്റപ്പോൾ ഈ വാർഡുകളിലെ കൗൺസിലർമാരാണ് ഓട്ടോമാറ്റിക് സിസ്റ്റം ആക്കിയത്. 1.5 മാസം മുമ്പ് ഈ ഭാഗത്തെ ഓട്ടോമാറ്റിക് സംവിധാനം കേടായിരുന്നു. 3 ദിവസം വരെ ഒരുപാട് പേർ വിളിച്ചു പറഞ്ഞിട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരുപാട് പ്രാവശ്യം പത്രവാർത്തകൾ ആയിട്ടുണ്ട്. 1 മാസം മുമ്പ് ചാത്തനാട് കോളനി ഭാഗത്ത് രാത്രി 9:30 മണിക്ക് കറണ്ട് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കറണ്ട് വരാത്തപ്പോൾ വാർഡ് കൗൺസിലർ നോർത്ത് ഇലക്ട്രിസിറ്റി ഓഫീസ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിച്ചു പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല. ആ രാത്രിയിൽ തന്നെ ഇതേ വിഷയം വീണ്ടും പറയാൻ കൗൺസിലർ 10 പ്രാവശ്യത്തിനു മേൽ അതേ അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിച്ചിട്ടാണ് ഫോൺ എടുത്തത്. എന്നിട്ട് ഇതൊന്നും തന്റെ ജോലിയല്ല എന്ന പതിവ് മറുപടിയും. ഇതിനെ തുടർന്ന് ഇനി വിളിക്കേണ്ടവരെ ഞാൻ തന്നെ വിളിച്ചോളാമെന്ന് കൗൺസിലർ പറഞ്ഞ ശേഷമാണ് പരാതി പരിഹരിച്ചത്. വാർഡിലുള്ള ആൾക്കാർ പരാതി പറയുമ്പോൾ വാർഡ് കൗൺസിലർ ഇടപെടും. ആ ഇടപെടൽ പോലും ചില ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചതിനും സംസാരിച്ചതിന്റെയും തെളിവുകൾ നാട്ടുകാരുടെ കയ്യിലുണ്ട് എന്നാണ് ആലപ്പുഴയിൽ നിന്നും കർമ്മയുടെ പ്രേക്ഷകൻ നമുക്കുമായി പങ്കുവച്ച വാർത്തയിൽ പറയുന്നത്.